സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മിനി അവിടെ ബോധം കെട്ട് വീഴുവാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അങ്ങ് ഷോക്കായി നിൽക്കുവാണ്. ഈ സമയം പരമേശ്വരൻ വരനോട് രാധികയോടും പൊട്ടിത്തെറിക്കുക. പരമേശ്വരൻ പറയണേ, ചെല്ലടാ ചെല്ല്, എങ്ങോട്ടാന്ന് വെച്ച് ഇവിടെ പോകുന്ന വഴിക്ക് ആരെങ്കിലും കാണുമ്പോൾ സ്വന്തം അമ്മയുടെ ജീവൻ എടുത്തിട്ടാണ് വരുന്നതെന്നും കൂടി പറ. അങ്ങനെ പറഞ്ഞ പരമേശ്വരൻ നേരെ പത്മിനിയുടെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. എല്ലാവരും പത്മിനിയെ വിളിക്കുവാണ് കേട്ടോ. ഈ സമയം വെള്ളമൊക്കെ മുഖത്ത് തെളിച്ച് പ്രിയങ്കയും എല്ലാവരും പത്മിനിയെ എണീപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം കണ്ട് സങ്കടത്തോടെ രാധികയും ചേർത്ത് പിടിച്ച് നിൽക്കുമായിരിക്കും വരുൺ. ഇന്നേരം മുത്തശ്ശി വരുണിനെ നോക്കിക്കൊണ്ട് പറയണേ, മോനെ തൽക്കാലം രാധിക ആറ്റുവാശ്ശേരിയിലേക്ക് തിരിച്ചു പോകട്ടെ, ഡ്രൈവറോട് അവളാക്കി കൊടുക്കാൻ പറയാം. നിൻ്റെ അമ്മ ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. മുത്തശ്ശി അങ്ങനെ പറയുന്നത് കേൾക്കുന്നതും വരുണങ്ങ് ഞെട്ടിപ്പോകുക. അന്നേരം മുത്തശ്ശി വരുണിനെ നോക്കി നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുവാണ് കേട്ടോ. അന്നേരം രാധിക അതൊക്കെ കണ്ട് ആകെ തകർന്നു പോകുവാണ്. രാധിക അങ്ങനെ എല്ലാവർക്കും മുമ്പിലെ കൈകൂപ്പി പിടിച്ചിട്ട് മാപ്പെന്ന് പറയുക. എന്നിട്ട് സങ്കടത്തോടെ കണിമംഗലത്തിൻ്റെ പടി ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം വരുണും പിന്നാലെ പോകുന്നുണ്ട്. മുത്തശ്ശിയും അവരോടൊപ്പം പുറത്തേക്ക് പോകുവാണ്. അന്നേരം പരമേശ്വരനും പ്രിയങ്കയും ഉർവശിയൊക്കെ ചേർന്ന് പത്മിനിയെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ നേരെ കാറിൻ്റെ അരികിലേക്ക് പോകുവാണ്. പിന്നാലെ തന്നെ രാധിക പോകുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കുവാണ് കേട്ടോ വരുൺ. ഈ സമയം കാറിൽ കയറുന്നതിന് മുമ്പ് രാധിക തിരിഞ്ഞ് വരുണിനെ നോക്കുവാണ്. അന്നേരം നിറകണ്ണുകളോടെ വരുണും രാധികയെ തന്നെ നോക്കി നിൽക്കുവാണ്. സങ്കടം കാരണം രാധിക വേഗം തന്നെ കാറിനുള്ളിലേക്ക് കയറുക. എന്നിട്ട് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം വരുണാണെങ്കിൽ ആകെ മനസ്സ് തകർന്ന് അവിടെ പൊട്ടിക്കരയുവാണ്. അന്നേരം മുത്തശ്ശി വരുണിൻ്റെ അരികിലേക്ക് വന്നിട്ട് വരുണിനെ ആശ്വസിപ്പിക്കുക. മോനെ, നീ വിഷമിക്കാതിരിക്കുക, ഇത്തിരി വൈകിയാണെങ്കിലും നിങ്ങൾ തന്നെ ഒന്നിക്കും. ഇപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, പക്ഷേ നീ വിഷമിക്കണ്ട. വൈകാതെ ഇപ്പം നിങ്ങളെ എതിർത്തവർ തന്നെ നിങ്ങളൊന്നിച്ച് ചേർക്കും, അത് ഈ മുത്തശ്ശിക്ക് ഉറപ്പാണ്. അന്നേരം വരുൺ കരഞ്ഞുകൊണ്ട് പറയണേ, മുത്തശ്ശി അതൊരു പാവമാണ്, ആറ്റുവാശ്ശേരി വരെ അവൾ എത്തുമെന്ന് പോലും എനിക്കറിയില്ല. അന്നേരം മുത്തശ്ശി പറയണേ, അവൾക്കൊന്നും സംഭവിക്കില്ലടാ, അവളുടെ ഭഗവാൻ അവളുടെ കൂടെ തന്നെയുണ്ട്, അവൾ ഒരിക്കലും ഭഗവാൻ പരീക്ഷിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് വരുണിനെ ആശ്വസിപ്പിച്ച് ചേർത്ത് പിടിക്കുവാണ് കേട്ടോ മുത്തശ്ശി. ഇതേസമയം കാറിൽ പോകുന്ന രാധികയുടെ മനസ്സിലാണെങ്കിൽ ഇന്നവിടെ നടന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവർക്കും മുമ്പിൽ വെച്ച് വരുൺ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ആ താലി കോർത്തിരുന്ന മാല എടുത്തു പൊക്കിയതും, അതേസമയം പ്രിയങ്കയാണെങ്കിൽ ആ താലി മാലയിൽ നിന്നും ഊരുമാറ്റിയതും, പിന്നീട് പത്മിനി പറഞ്ഞ ഓരോ വാക്കുകളും അതെല്ലാം ഓർത്ത് രാധിക കാറിൻ്റെ ഉള്ളിലിരുന്ന് പൊട്ടിക്കരയുവാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് സങ്കടപ്പെട്ട് കരയുന്ന വരുണിനെയാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി വരുണിനോട് പറയണേ, മോനെ, ഈ മുത്തശ്ശിയോട് നീ ക്ഷമിക്കടാ, നിങ്ങളെ രണ്ടാളെ ഒന്നിപ്പിക്കാമെന്ന് മുത്തശ്ശി വാക്ക് തന്നതാ, പക്ഷെ ആ വാക്ക് പാലിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റിയില്ല. അന്നേരം വരുൺ പറയണേ, അതിന് മുത്തശ്ശി എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നത്? മുത്തശ്ശി ഞങ്ങൾ ഒന്നിപ്പിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി പ്രതീക്ഷയിലായിരുന്നു. എല്ലാ പ്രതീക്ഷകളും എത്ര പെട്ടെന്നാണ് തകർന്നു പോയത്. അച്ഛനും അമ്മയും ഇങ്ങനെ ഞങ്ങളെ എതിർക്കുമെന്ന് ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അന്നേരം മുത്തശ്ശിയും പറയണേ, പത്മിനിയുടെ ഭാഗത്തു നിന്ന് ഇത്ര വലിയൊരു എതിർപ്പ് ഞാനും പ്രതീക്ഷിച്ചില്ല. സാരമില്ല, ഇപ്പം നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിലും വൈകാതെ തന്നെ അതിനുള്ള അവസരം ദൈവമായിട്ട് നിങ്ങൾക്ക് ഒരുക്കി തരും. അന്നേരം വരുൺ പറയണേ, ദൈവത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവത്തിൽ പൂർണ്ണമായിട്ടും അർപ്പിച്ചിരുന്ന ഒരു പാവം പെണ്ണിൻ്റെ അവസ്ഥ മുത്തശ്ശിയും കണ്ടതല്ലേ. ആ ദൈവങ്ങൾ അവൾക്ക് കൂട്ടിനുണ്ടായിരുന്നോ? ഇല്ലല്ലോ. നീചശക്തികൾക്ക് മാത്രം എപ്പോഴും ചെയ്യും. അതുകൊണ്ടല്ലേ പ്രിയങ്ക എത്രയൊക്കെ തരികിട കാണിച്ചിട്ടും അച്ഛനും അമ്മയും അവൾക്ക് സപ്പോർട്ട് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം ആ പ്രിയങ്കയാണ്. അവളെ അങ്ങ് കൊന്നു കളഞ്ഞാലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അന്നേരം മുത്തശ്ശി വരുണോട് പറയണേ, നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. നീ പറഞ്ഞത് ശരിയാ, പുരാണത്തിലും മറ്റും ഒത്തിരി നീചജന്മങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അവസാനം എന്താ സംഭവിക്കുന്നതെന്നും കൂടി നീ ഓർക്കണം. ഈ നീചശത്രുക്കൾക്കെല്ലാം തക്കതായ ശിക്ഷ കൊടുത്ത് നന്മയുടെ പക്ഷത്ത് ദൈവം ജയിപ്പിക്കും. അതുകൊണ്ട് ആ കാര്യവും കൂടി നിൻ്റെ ഓർമ്മയിലുണ്ടാവണം. നമ്മൾ കാത്തിരിക്കുക തന്നെയാണ് വേണ്ടത്. അന്നേരം വരുൺ പറയണേ, രാധികയുടെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. ഇനിയിപ്പോൾ വൈകാതെ തന്നെ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആറ്റുവാശ്ശേരിയിലും അറിയിക്കും. അതോടെ ആ പാവത്തിൻ്റെ അവിടെയുള്ള ആശ്രയവും കൂടി നഷ്ടമാകും. പിന്നെ അയാൾ എന്ത് ചെയ്യുമെന്ന എൻ്റെ ടെൻഷൻ. എല്ലാം നഷ്ടപ്പെട്ട് അയാൾ വല്ല കടുങ്കൈ ചെയ്യുമെന്ന എൻ്റെ ഭയം. അന്നേരം മുത്തശ്ശി പറയണേ, നീ അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അവളുടെ കൂടെ അവൾ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അവളുടെ ഭഗവാൻ കൂടെയുണ്ട്. ഇപ്പോൾ നമുക്ക് അവൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അന്നേരം വരുൺ പറയണേ, എൻ്റെ മനസ്സിലും ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക ഒത്തിരി സന്തോഷത്തോടെ മുത്തശ്ശിയെ ഫോണിൽ വിളിക്കുക. എന്താ മോളെ, എന്താ ഇത്ര രാവിലെ തന്നെ? മുത്തശ്ശി, ഇവിടെ അങ്ങോട്ടേക്ക് ഞാനൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. ഗിഫ്റ്റോ? ആ ഗിഫ്റ്റിൻ്റെ പേരാണ് രാധിക. അവളവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയോ? പിന്നല്ലാതെ, മുത്തശ്ശിനോടെന്ന് പറഞ്ഞില്ലേ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി എങ്ങനെയെങ്കിലും എടുത്തു മാറ്റണമെന്ന്. സത്യം പറഞ്ഞാൽ ആ കാര്യം ഞാൻ ചെയ്തതുകൊണ്ടാണ് ഇന്നലെ ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇന്നലത്തോടെ അച്ഛനും അമ്മയും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് അവളെ ഇവിടുത്തെ മരുമകളാക്കി വായിച്ചേനെ.
ഇന്നലെ ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്നറിയോ എന്നും പറഞ്ഞ് പ്രിയങ്ക ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം മുത്തശ്ശിക്ക് അങ്ങ് വിവരിച്ചു കൊടുക്കുവാണ്. അതെല്ലാം കേട്ട് മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമാവുക. സത്യമാണോ? ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? പിന്നല്ലാതെ. രാധികയെ അവിടുന്ന് അടിച്ചിറക്കുമായിരുന്നു. ഇവിടെ ഇപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. പിന്നെ മുത്തശ്ശിയും വരണം. അവരെ ഞാൻ അച്ഛനെ ഉപയോഗിച്ച് നിലക്ക് നിർത്തിക്കോളാം. അവരുടെ മേലും അച്ഛനെ കൊണ്ട് ഞാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കോളാം. അക്കാര്യമൊക്കെ ഞാൻ ഏറ്റു. അതെ മുത്തശ്ശി, മുത്തശ്ശിക്ക് ഞാൻ തന്ന വാക്ക് പാലിച്ചു. ഇനി ബാക്കി ജോലി മുത്തശ്ശിയുടെയാ. അന്നേരം മുത്തശ്ശി പറയണേ, എനിക്കറിയാം മോളെ, അവളിങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഇവിടെ ആറ്റുഭാഷയിൽ നിന്നും അവളെ ഇങ്ങനെ പുറത്താക്കണമെന്ന് എനിക്കറിയാം. പിന്നെ നീ അവിടെയുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് തീ കോരിയിട്ടുകൊണ്ടിരിക്കണം. ഒരു വഴിവെക്കി വെച്ച് കണ്ടാൽ പോലും അവർ രാധിക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പാടില്ല. അക്കാര്യം ഞാൻ ഏറ്റു മുത്തശ്ശി. പിന്നെ പ്രിയങ്ക മോളെ, നീ സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ പോസ്റ്ററും പിന്നെ പത്രത്തിൽ വന്ന വാർത്തയൊക്കെ ഉണ്ടല്ലോ, അത് നീ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് മുത്തശ്ശിക്കൊന്ന് തരണം. എന്തിനാ മുത്തശ്ശി? അതുകൊണ്ട് ആവശ്യമുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ശേഖരിച്ച് വെച്ചേക്കാമല്ലോ. കൃത്യസമയം വരുമ്പോൾ അതങ്ങെടുത്ത് ഉപയോഗിച്ചാൽ മാത്രം പോരെ. അന്നേരം പ്രിയങ്ക ചോദിക്കുക, അല്ല മുത്തശ്ശി, ഇക്കാര്യങ്ങൾ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിനിമേൻ്റെ അതിനെ വല്ല ബാധിക്കുകയോ മറ്റോ ചെയ്യുമോ? അതൊന്നോർത്ത് നീ പേടിക്കണ്ട. കുറ്റമെല്ലാം രാധികയുടെ തലയിലല്ലേ വരാൻ പോകുന്നത്. ഈ കാര്യങ്ങളെല്ലാം ദേവൻ അറിയുന്നതോടെ ഈ ആറ്റുവാശ്ശേരിയിൽ നിന്ന് മാത്രമല്ല, ദേവൻ്റെ മനസ്സിൽ നിന്നും അവൻ രാധികയെ ആട്ടിയിറക്കി വിടും. നീ ധൈര്യമായിട്ടിരിക്കും. അപ്പം എല്ലാം പറഞ്ഞതുപോലെ. അങ്ങനെ പറഞ്ഞ മുത്തശ്ശി കോള് കട്ട് ചെയ്യുവാണ്. അതെല്ലാം കേട്ട സന്തോഷത്തോടെ നിൽക്കുവാണ് പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക പത്മിനിയുടെ അരികിൽ നിന്ന് കരഞ്ഞങ്ങ് അഭിനയിച്ച് പത്മിനിയുടെ മനസ്സിൽ രാധികയോടുള്ള വെറുപ്പ് കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം പ്രിയങ്ക പറയണേ, അമ്മയുടെ അവസ്ഥ കണ്ടിട്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാതെ പോയത്. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് വേറെ ആരാ ഉള്ളത്? വരുണിനെ എനിക്ക് നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? അതിലും ഭേദം ഈ ഭൂമിയിൽ നിന്ന് ഞാനങ്ങ് ഇല്ലാതായി പോകുന്നത് തന്നെയാണ്, മരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കട്ടോ പരമേശ്വരൻ അത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? പത്മിനിയാണല്ലേ എല്ലാത്തിനും തുടക്കമിട്ടത്. അങ്ങനെയൊന്നും ഇല്ല അച്ഛാ എന്ന് പ്രിയങ്ക പറയുക. ഈ സമയം പത്മിനി പറയണേ, പ്രിയങ്കമ്മളുടെ കാര്യമല്ലേ കഷ്ടം, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നത് അവൾക്കല്ലേ. അന്നേരം പരമേശ്വരൻ പ്രിയങ്കയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. മോളെ, ഇവിടെ ഒരു പ്രശ്നം നടന്നാൽ അതിൻ്റെ പരിഹാരം എന്താണെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒന്നും എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ബലമായിട്ട് ഞാൻ വരുണിനെയാണ് വിചാരിച്ചത്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മോളെ. മോൾ ഞങ്ങളോട് ക്ഷമിക്കണം. അന്നേരം പ്രിയങ്ക പറഞ്ഞേ, അയ്യോ അച്ഛൻ എന്തിനെ എന്നോട് മാപ്പ് ചോദിക്കുന്നത്? വരുണിനോട് എന്തു തന്നെ ചെയ്താലും അതൊന്നും ഞാൻ മനസ്സിൽ വെക്കുന്നില്ല. അച്ഛനും അമ്മയും എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി. നിങ്ങളെന്നെ പറയാതിരുന്നാൽ മാത്രം മതി. നിങ്ങളെ പരിചരിച്ചാണെങ്കിലും എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനൊരു ഇടം തന്നാൽ മാത്രം മതി. മോളെ, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നീയാ വരുണിൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വന്ന മരുമകൾ. അതിൻ്റെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും നിനക്കിവിടെ ഉണ്ടാകും. മോളിജില്ലേ? അങ്ങനെ പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ്ടോ. അന്നേരം പരമേശ്വരൻ സങ്കടത്തോടെ പത്മിനിയുടെ അരികിലിരുന്നിട്ട് പറയണേ, പത്മിനി, എൻ്റെ കണക്കൂട്ടുകളെല്ലാം തെറ്റിപ്പോയി. ഏറ്റവും വലിയ ബലം എൻ്റെ വരുണാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവൻ്റെ ഭാഗത്ത് തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം പോകുന്ന രീതിയിൽ ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടായി. എന്താണോ ഞാൻ ചെയ്യുക? എന്താ ഇതിനൊരു പരിഹാരം? അങ്ങനെ പറഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുവാണ്ടോ പരമേശ്വരൻ. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിലെത്തുന്ന രാധികനെയാണ്. അങ്ങനെ കാറിൽ നിന്നിറങ്ങുന്ന രാധികയെ കണ്ട് മുത്തശ്ശിയോട് ചിരിച്ചുകൊണ്ട് എതിരേക്കാനായിട്ട് നിൽക്കുവാണ്. ഈ സമയം യശോദയെ മുഖത്തുനിന്ന് വരുന്നുണ്ടാവും. അന്നേരം മുത്തശ്ശി യശോദയോട് പറയണേ, യശോദേ വേഗം വാ, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കി ഒരു നിലവിളക്ക് കൊടുത്തുകൊണ്ട് വാ. എന്താ യശോദേ നീ ഇങ്ങനെ വെറും കൈയോടെ വന്നത്? വന്നിരിക്കുന്ന ആളെ കണ്ടില്ലേ, സ്വീകരിക്കണ്ടേ? നിലവിളക്ക് എടുത്തുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് മുത്തശ്ശി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് രാധികയുടെ അരികിലേക്ക് ചെല്ലുക. എന്താ കൺമകളത്തുകാരെ നിന്നെ അടിച്ചിറക്കിയല്ലേ? അല്ലെങ്കിലും അനിയത്തിയുടെ ഭർത്താവിനെ കിടപ്പറയിലേക്ക് വിളിച്ചാൽ അവർ പിന്നെ നിന്നെ പൂവിട്ട് പൂജിക്കണോ? എന്ത് ധൈര്യത്തിലടി നീ എന്നിട്ട് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്? എവിടെയെങ്കിലും പോയി ചത്തോടായിരുന്നോടോ നിനക്ക്? വരുന്ന വഴിക്ക് കുളവും തോടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ബാക്കിയുള്ളവരെ നാണം കെടുത്താനായിട്ട് കയറി വന്നിരിക്കുമെന്നാണ് അവൾ. ഇതെല്ലാം കേട്ട് രാധികയാണെങ്കിൽ ആകെ തകർന്ന് കരഞ്ഞുകൊണ്ട് മനസ്സ് വിഷമിച്ച് അവിടെ നിൽക്കുന്ന ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇത്